ഹലോ! ഒരു കുഞ്ഞു വ്ലോഗാണേ. അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് അവസാനം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിനൊന്നും തീരെ വ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഇനി ലോങ് വീഡിയോസ് ഇടണ്ട, ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിച്ച് കുറച്ച് ഷോർട്സ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിങ്ങനെ പോവായിരുന്നു കേട്ടോ. കാരണം ഷോർട്സിനുള്ള കണ്ടന്റുകൾ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. ഇടയ്ക്കൊക്കെ കുറച്ച് മടിയൊക്കെ പിടിച്ച് ലാഗ് വരാറുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ലോങ് വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ഇങ്ങനെ സംസാരിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ചില പരാതികളും കമന്റ് ബോക്സിലും അല്ലാതെയും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതും ഒക്കെ പരിഗണിക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് പോർച്ച് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ടേക്കുമായിരുന്നു കേട്ടോ. കാരണം പണിയാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നതും പിന്നെ വെൽഡിങ്ങും പെയിന്റിങ്ങും ഒക്കെ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് സിമെന്റും മണ്ണും പൊടിയും പിന്നെ ഈ കമ്പി കഷ്ണങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇതിനകത്ത് ഇടുന്നില്ലായിരുന്നു. വണ്ടി പുറത്ത് തന്നെയാണ് ഒരു 1 മന്തി കൂടുതലായിട്ട് കിടക്കുന്നത് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ വെൽഡിംഗ് റോഡ്സിന്റെ ആ കൂർത്ത കമ്പി കഷ്ണങ്ങളുണ്ടല്ലോ, കമ്പിയാണോ എന്തോ, ആ കൂർത്ത കഷ്ണങ്ങൾ ഈ മിറ്റലിനകത്ത് നിന്ന് പെറുക്കി പെറുക്കി ഇതുവരെയും തീർന്നിട്ടില്ല. അതാണെങ്കിൽ അധികം കാണത്തുമില്ല, കാലെ കുത്തിക്കൊള്ളാൻ വണ്ടിയുടെ ടയർ പോവാനും അത് മതിയല്ലോ. അതാണെങ്കിൽ എല്ലാ ദിവസവും മുറ്റം അടിക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പൊടിയെല്ലാം കളഞ്ഞ് ചുക്കുടുവലയും എല്ലാം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിനൊരു സമയം ഒത്തു കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രീ ആയത് കേട്ടോ. അപ്പോൾ മിച്ചം ഉണ്ടായിരുന്ന പെയിന്റ് ഒക്കെ ഞങ്ങളും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൂത്ത് ഇങ്ങനെ തീർത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി പുറകിലേക്ക് കൊണ്ടുവച്ചു. എൻ്റെ ഈ ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡ്, ഈ പ്ലാന്റ് ഓർഗനൈസർ ചെയ്തതിന് എത്ര കോസ്റ്റായെന്നൊക്കെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടന്റുകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റ് റൂഫിങ് ചെയ്ത കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്ക്വയർ പൈപ്പ് കൂടുതലെടുത്ത് ചെയ്യിച്ചതാണ്. അതിന് മാത്രമായിട്ട് എത്ര കോസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് തന്നെയുള്ള ലെയ്ത്തിൽ നിന്നാണ് കേട്ടോ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യുമായിരുന്നു. സെയിം എനിക്ക് വേറെ 1-2 ഏരിയയിലേക്കും കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് അളവെടുത്തിട്ട് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത്, ഏത് വലുപ്പത്തിലാണോ വേണ്ടത്, എത്ര സ്റ്റെപ്പ് വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റെഫറൻസ് ആയിട്ട് പിക്ചേഴ്സ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരതുപോലെ തന്നെ ചെയ്ത് ഇനിയിപ്പോൾ നല്ല നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് മിറ്റം ഫുള്ള് ഒന്ന് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം എന്നുണ്ട്. ഇത് ഞാനിങ്ങനെ കുറേ നാളായി പറയുന്നു, ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഒരാളുടെ മാത്രം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഐഡിയാസും ഒക്കെ ആണെങ്കിൽ പ്രാക്ടിക്കലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം തോന്നിയതുപോലെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുന്നില്ല. വീഡിയോ ചെറുതാണെങ്കിലും നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് പോയി റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ചും ജയിച്ചും ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കിയുമാണ് ഞങ്ങൾ പരിപാടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. സിമെന്റ് പൊടിയും പിന്നെ കല്ലും മണ്ണും പിന്നെ വേനൽക്കാലമാണല്ലോ, റോഡിൽ നിന്നുള്ള നല്ല പൊടിയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് അടിച്ച് നനച്ച് കഴുകുന്നത് തന്നെയാണ് ഈസി ആയിട്ടുള്ളത്. ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ സിറ്റ് ഔട്ടിലിരിക്കുന്ന ചെടിയും എല്ലാത്തിലും ഫുള്ള് ഇതുപോലെ പൊടിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് മഴക്കാലം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിങ്ങനെ ഈ അടിച്ചു തുടയ്ക്കുന്നേക്കാളും കൂടുതലും ഇഷ്ടവും ചെയ്യാൻ എളുപ്പവും ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി വിടുന്നതാണേ. ദേ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നേരെ റോഡിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് സൺസെറ്റ് ഒക്കെ കാണാൻ അടിപൊളി കേട്ടോ. നല്ല വ്യൂ ആണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന്. രാവിലെയും അതെ, വൈകുന്നേരം ഈ ഒരു സമയത്തും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ റോഡൊക്കെ ആകെ ഇങ്ങനെ പോയി കിടക്കുവാണേ. അടുത്തെന്നും ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിന്റെ 2 സൈഡും നല്ല പുല്ലൊക്കെ ചെത്തി മണ്ണൊക്കെ മാറ്റി അടിപൊളി വൃത്തിയാക്കിയിട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി ടാറിങ് എന്ന് നടക്കുമെന്ന് ഒരു പിടുത്തവുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആവാറായി. ഇനി എനിക്ക് കാറും കൂടി ഒന്ന് കഴുകി പോർച്ചിലേക്ക് കയറ്റിയിടണം. 1 മാസമായിട്ട് എനിക്ക് ഈ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ചാച്ചൻ വന്ന സമയത്ത് കാറിന് നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ സർവീസിന് കൊടുക്കായിരുന്നു കേട്ടോ. അതിനു മുമ്പ് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും ഇതങ്ങോട്ട് ഞാൻ തന്നെ ചെയ്യണം. എന്നാലും ഇടയ്ക്ക് ഒരു ഡീപ് ക്ലീൻ ഒക്കെ വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ വാട്ടർ സർവീസിന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. കാരണം ഈ പീരിയഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടി എപ്പടി പൊടിയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ്, അതും വെയിലൊക്കെ ആവുന്നതിന് മുന്നേ വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയ സങ്കടം തോന്നാറുണ്ട്. എനിക്ക് പകരത്തിന് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ എനിക്ക് മൂടൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണ്, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യവുമാണ്. അങ്ങനെ ഇരുട്ടാവുന്നതിന് മുന്നേ തന്നെ കാറ് വാഷ് ചെയ്ത് അവസാനിപ്പിച്ചു കേട്ടോ. ചാച്ചൻ വന്ന സമയത്ത് വണ്ടി എടുത്ത് തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതാണ് ഈ മരത്തിന് ചുവട്ടിലിങ്ങനെ. എനിക്കിതിങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ചങ്കിനകത്തൊരു വിങ്ങൽ തോന്നും കേട്ടോ. ചാച്ചൻ റിട്ടേൺ പോകുന്ന ദിവസം ലാസ്റ്റ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ കൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ എൻ്റെ ഇത്തവണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞേ എന്നും പറഞ്ഞ് കീ കയ്യിലോട്ട് തരുമ്പോൾ ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.